ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പഴയതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ആദ്യത്തെ യൂണിറ്റ് എന്താ? യൂണിറ്റ് 1 ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. എന്താണ് ആദ്യത്തെ യൂണിറ്റ്? ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ്. ഓക്കെ, ദെൻ അതിൽ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ഏതാ? ഹാഫ് എ ഡേ പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റൻ്റ്ലി, ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. Memories are little threads woven into the fabric of our lives in moments of joy and sorrow. Do you agree? Now let's read a short story portraying a man's journey of life and the changes that takes place in surroundings and society. അപ്പോൾ എന്താണ്? ഒരു ഷോർട്ട് സ്റ്റോറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ എന്താണ് പറയുന്നത്? ഒരു മാൻ്റെ ജേണി, ആ ലൈഫിൽ ഒരു മാൻ്റെ ജേണിയാണ്. അപ്പോൾ ആ ജേണിയിൽ എന്താണ് സൊസൈറ്റിക്കും അതുപോലെ തന്നെ സറൗണ്ടിങ്സിനും ഒക്കെ വരുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹാഫ് എ ഡേ. എന്താണ്? ഹാഫ് എ ഡേ. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഐ പ്രൊസീഡഡ് അലോങ്സൈഡ് മൈ ഫാദർ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, running to keep up with his long strides. All my clothes were new, the black shoes, the green school uniform, and the red tarboosh. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. അപ്പോൾ എന്താണ് പറയുന്നത്? എന്താണ് ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ പോവുകയാണല്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എന്താണ് നടന്നു പോകുമ്പോൾ ആ അച്ഛൻ്റെ കാലിങ്ങനെ കുറച്ച് നീങ്ങിയിട്ടല്ല, അപ്പോൾ ആ കുട്ടി അതിനോടൊപ്പം എത്തണില്ല. അപ്പം ഇങ്ങനെ ഓടാണ് അച്ഛൻ്റെ കൂടെ കുട്ടി. ഓക്കെ, വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്സ്, ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ. അപ്പോൾ എന്താണ്? എൻ്റെ ക്ലോത്ത്സ് ഒക്കെ പുതിയതാണ്. ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ്. അപ്പോൾ എന്താണ്? എന്തൊക്കെയുണ്ട്? ബ്ലാക്ക് ഷൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ സ്കൂൾ യൂണിഫോം ഉണ്ട്, ദെൻ ചുവന്ന തൊപ്പി. ടർബൂഷ് എന്ന് പറഞ്ഞാൽ എന്താ? തൊപ്പി. ഓക്കെ, മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹവെവർ വാസ് മിക്സ്ഡ്, ഫോർ ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ, ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എന്ത് സമയമാണെന്നാണ് പറയുന്നത്? എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് ഒരു മിക്സ്ഡ് മൂഡാണ്. ഞാനിങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നൊരു ഉത്സവമോ ഒന്നുമല്ല. എന്താണ്? ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ട് എങ്ങോട്ട് പോവാണ്? സ്കൂളിലേക്ക് പോവാണ്. ഓക്കെ, my mother stood at the window watching us, and I would turn towards her from time to time, appealing for help. We walked along a street lined with gardens. On both sides were extensive fields planted with crops, prickly pears, henna trees and few date palms. അപ്പോൾ എന്താണ്? അമ്മ ഇങ്ങനെ വിൻഡോയുടെ അവിടെ ഇങ്ങനെ ഞങ്ങളെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അമ്മയെ നോക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോകുന്നത് എന്തിൽ കൂടെ എന്ന് പറയുന്നത് സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ട്? ഗാർഡൻസ് ഉണ്ട്, രണ്ട് സൈഡിലും ഗാർഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീൽഡ്സ് ഉണ്ട്. ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ പാടങ്ങളുണ്ട്. ദെൻ പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, പ്രിക്ലി പിയേഴ്സ് ഉണ്ട്, ദെൻ ഹെന്ന ട്രീസ് ഉണ്ട്, പിന്നെ കുറച്ച് ഡേറ്റ് പാംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയിൽ കാണാനുണ്ട്. ഓക്കെ, വൈ സ്കൂൾ? ഐ ചാലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൾ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അപ്പോൾ എന്തിനാണ് സ്കൂൾ? ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഈ കുട്ടി പറയാണ്. ഓക്കെ, ഐ ആം നോട്ട് പുഷിങ് യു, ആം ഐ? ഹി സെഡ് laughing. School is not a punishment. It is a factory that makes useful peoples out of children. Don't you want to grow up? അപ്പോൾ എന്താണ്? ഞാൻ നിന്നെ പുഷ് ചെയ്യണമൊന്നുമില്ല, ഞാൻ നിന്നെ പുഷ് ചെയ്യുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞത് എന്തല്ല? ഒരു പണിഷ്മെൻ്റ് ഒന്നുമല്ല. അത് എന്താണ്? ഇറ്റ് ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾസ് ഔട്ട് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ എന്താണ്? ഈ കുട്ടികളിൽ നിന്ന് നല്ല കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഡോണ്ട് യു വാണ്ട് ടു ഗ്രോ അപ്പ്? അപ്പോൾ എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ് മകനോട്, നിനക്ക് വലുതാവണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ,
അടുത്ത പാരഗ്രാഫ് നോക്കാം. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ഇൻ ടിയറിംഗ് മീ അവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. അപ്പോൾ ഞാനിത് വിശ്വസിച്ചിട്ടൊന്നുമില്ല, ഞാനിത് അത്ര കൺവിൻസ്ഡ് ഒന്നുമല്ല, എനിക്ക് തോന്നുന്നില്ല സ്കൂളിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് കുട്ടി. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രീം. അപ്പോൾ ഇത് എന്താണ് ആ കുട്ടിക്ക് തോന്നുന്നത്? എന്താണ് സ്കൂൾ ബിൽഡിങ്ങിനെ കുട്ടി പറയുന്നത്? ഭയങ്കര കഠിനമായ ബിൽഡിങ്, ഭയങ്കര രൂക്ഷമായിട്ടുള്ള ബിൽഡിങ്ങുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട്യാർഡ് വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്താ കണ്ടത്? ആ കോർട്ട്യാർഡ്, ആ മുറ്റത്ത് ഒരുപാട് ഗേൾസിനെയും ഒരുപാട് ബോയ്സിനെയും. ഓക്കെ, ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ ആൻഡ് ജോയിൻ ദം. അപ്പോൾ എന്താ, നീ ഒറ്റയ്ക്ക് പോയിട്ട് അവരിൽ ജോയിൻ ചെയ്യുമെന്ന് അച്ഛൻ പറയാണ്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. അപ്പോൾ എന്താണ്, നീ നിൻ്റെ മുഖത്തൊരു നീ ചിരിച്ചിട്ട് വേണം പോവാൻ, മാത്രമല്ല ബാക്കിയുള്ളവർക്ക് നീ ഒരു ഗുഡ് എക്സാമ്പിളും കൂടി ആവണം, നീ ആവില്ലേ എന്ന് മോനോട് അച്ഛൻ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അച്ഛനും മോനും കൂടി പോകുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ നെക്സ്റ്റ് 6th പാരഗ്രാഫ് നോക്കാം. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ് ബട്ട് ഹി ജെന്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. അപ്പോൾ എന്താണ്, ഞാനൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ഇങ്ങനെ ജെന്റിലായിട്ട് ചെറുതായിട്ട് അവനൊന്ന് പുഷ് ചെയ്തു. ബി ബോൾഡ് ഹി സെഡ്. അപ്പോൾ ബോൾഡായിട്ട് നല്ല ധൈര്യമായിട്ട് ഇരിക്കാൻ അച്ഛൻ ഇവനോട് പറയാണ്. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. അപ്പോൾ ശരിക്കും നീ ഇന്നാണ് നിൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് അച്ഛൻ മോനോട് പറയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. അപ്പോൾ എന്താണ്, അപ്പോൾ നിന്നെ വിടുമ്പോൾ നീ എന്നെ ഇവിടെ കാത്തു നിൽക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ മോനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഓക്കെ, I took a few steps then stopped and looked but saw nothing. അപ്പോൾ എന്താണ്, ഞാൻ കുറച്ചടി വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, പക്ഷെ അവിടെ ആരും കണ്ടില്ല. Then the faces of boys and girls came into view. പിന്നെ ഞാൻ എന്താണ് കണ്ടത്, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഫേസസ് ആണ് കണ്ടത്. ഓക്കെ, I did not know a single one of them. അപ്പോൾ എനിക്ക് അവരിൽ ആരും തന്നെ അറിയില്ല. ഓക്കെ, നൺ ഓഫ് ദം ന്യൂ മീ. അപ്പോൾ അവരിൽ ആർക്കും തന്നെ എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. അപ്പോൾ എന്താണ്, എനിക്ക് തോന്നുന്നത് എനിക്ക് വഴി തെറ്റിയ ഒരു സ്ട്രേഞ്ചറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി were directed towards me and a boy approached and asked who bought you. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബോയ് എന്നോട് വന്നിട്ട് ചോദിച്ചു, നിന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്, ഹു ബ്രോട്ട് യു എന്ന് ചോദിക്കുകയാണ്. മൈ ഫാദർ ഐ വിസ്പർ. അപ്പോൾ ചെറിയൊരു സൗണ്ടിൽ പറഞ്ഞു, എൻ്റെ ഫാദറാണെന്ന് പറഞ്ഞു. അങ്ങനെ മറുത്തിട്ടൊക്കെ പറയില്ല, അങ്ങനെ പറഞ്ഞു. മൈ ഫാദേഴ്സ് ഡാഡ് ഹി സെഡ് ക്വിക്ക് സിംപ്ലി. അപ്പോൾ എന്താണ്, എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് ആ കുട്ടി മെല്ലെ ചെറുതായിട്ട് പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റബിൾ സ്ക്രീച്ച്. സം ഓഫ് ദ ചിൽഡ്രൻ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ദ ബെൽ റാങ്. എ ലേഡി കെയിം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ദ മെൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി പറഞ്ഞപ്പോൾ ഇവന് എന്താ പറയേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ദെൻ അപ്പോൾ എന്ത് ചെയ്തു, ഈ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു. ദെൻ ബെല്ലടിച്ചു. ഒരു ലേഡി ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് മെന്നിൻ്റെ കൂടെ ഒരു ലേഡി ഇങ്ങനെ വരുന്നുണ്ട്. ദ മെൻ ബിഗൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ ഓരോ റാങ്കായിട്ട് ഓരോ പൊസിഷനായിട്ട് ഈ മെന്ന് അവിടെ ഉണ്ടായിരുന്ന മെന്നെ എന്ത് ചെയ്തു, ഇവരെങ്ങനെ ഓരോ റാങ്കായിട്ട് വെച്ചു. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വിമൻ. അപ്പോൾ ആ വന്നിട്ടുള്ള വിമൻ പറഞ്ഞു, എന്ത്, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. അപ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ട്. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു നോളജ് ആൻഡ് ലൈഫ്. അപ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന് ആവശ്യമായ നോളജും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറയാണ്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വാണ്ട് യു. അപ്പോൾ എന്താണ്, നിങ്ങൾ കണ്ണീരൊക്കെ തുടയ്ക്കുക, എന്നിട്ട് ലൈഫ് നിങ്ങൾ ജോയ്ഫുള്ളായിട്ട് ഫേസ് ചെയ്യുക എന്ന് പറയുകയാണ്. നിങ്ങളങ്ങനെ ചെയ്യില്ലേ എന്ന് ആ ലേഡി, ആ വിമൻ ചോദിക്കുകയാണ്. ഓക്കെ,
We submitted to the facts, and the submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such a girl as I was to be in love with. Then it seemed to me my misgiving had no basis. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ആദ്യമായിട്ട് എൻ്റെ ഹേർട്ട് എന്ത് ചെയ്യാണെന്നാണ് പറയുന്നത്? ബോയ്സ് കുറച്ച് പേര് ഫ്രണ്ട്സ് ആക്കണമെന്ന് എൻ്റെ ഹേർട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ്, അതുപോലെ തന്നെ പ്രണയം എന്നൊരു കൺസെപ്റ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ ഗേൾസിനോട് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്, അപ്പോൾ ഗേൾസിനോട് ഒരു ലവും വരുന്നുണ്ട്. ദെൻ ഇറ്റ് സീം ടു മീ മൈ മിസ് ഗിവിങ് ഹാഡ് നോ ബേസിസ്, അപ്പോൾ ഈ സംശയങ്ങൾക്കൊന്നും ഒരു ബേസിക് ആയിട്ട് ഒന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാഡ് നെവർ ഇമാജിൻ സ്കൂൾ വുഡ് ഹാവ് ദിസ് റിച്ച് വെറൈറ്റി, അപ്പോൾ ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല ഈ സ്കൂളിൽ ഇത്രയും വെറൈറ്റി കാര്യങ്ങളുണ്ടെന്ന് ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്, സ്വിങ്സ്, ദ വാൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗെയിംസ് കളിച്ചു. സ്വിങ്സ്, വാൾട്ടിംഗ് ഹോഴ്സ്, ബോൾ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചേഞ്ചഡ് അവർ ഫസ്റ്റ് സോങ്, അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സോങ് ഞങ്ങളവിടെ പാടി. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്, അപ്പോൾ മാത്രമല്ല ലാംഗ്വേജ് ഞങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടു. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്, അപ്പോൾ എർത്തിൻ്റെ ഗ്ലോബ് ഞങ്ങൾ കണ്ടു. വിച്ച് റിവോൾവ്ഡ് ആൻഡ് ഷോ ദ വാരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്, അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് കോണ്ടിനെൻറ്റ്സിനെയും കൺട്രീനെയും കാണിച്ചു തരുന്നുണ്ട്. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്, ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്, ടുക്ക് എ ലിറ്റിൽ നാപ്പ് ആൻഡ് വാക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഒരുപാട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, പിന്നെ ചെറിയൊരു ഉറക്കം കഴിഞ്ഞു, പിന്നെ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ പ്ലേയും ലവും ലേണിങ്ങും എല്ലാം അവിടെ തന്നെ ഉണ്ട്. Okay, next 12th paragraph. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. Dust-laden winds and unexpected accidents could happen suddenly. അപ്പോൾ എന്താണ്, അപ്പോൾ ഫുള്ള് ഇങ്ങനെ സ്വീറ്റായിട്ട് ടോട്ടലി സ്വീറ്റായിട്ട് പോകുന്നല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്സിഡൻസൊക്കെ പെട്ടെന്നൊക്കെ വരാറുണ്ട്. സോ വി ഹാഡ് ടു വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻസ്, അപ്പം നമ്മളിങ്ങനെ നല്ല പേഷ്യൻ്റ് ക്ഷമാശീലരായിട്ട് ഇരിക്കണം. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിംഗ് അറൗണ്ട്. റിവാൽറീസ് could bring about pain and hatred or give rise to fighting, and while the woman would sometimes smile, she would often scowl and scold. Even more frequently she would resort to physical punishment. പറയുന്നത് ഇങ്ങനെ കളിച്ചിരിച്ച് ഇങ്ങനെ നടക്കുക മാത്രമല്ല, അവിടെ ഇങ്ങനെ മത്സരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ മത്സരങ്ങളിലൂടെ എന്തുണ്ടാവും, വേദനയും ശത്രുത, യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല്ലൂട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാണ്. പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഗേൾസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, വിമനെ കുറിച്ചിട്ട്. ആൻഡ് വൈൽ ദ വിമൻ വുഡ് സംടൈംസ് സ്മൈൽ, അപ്പോൾ വിമൻ എന്ത് ചെയ്യും, ചില സമയത്ത് ചിരിക്കും. ഷീ വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾ, അപ്പോൾ ചില സമയത്ത് ദേഷ്യപ്പെടും, ചീത്ത പറയും. ഈവൻ മോർ ഫ്രീക്വൻലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്, അപ്പോൾ ഫിസിക്കൽ പണിഷ്മെൻറ്റ് വരെ ഈ വിമൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. The bell rang announcing the passing of the day and the end of work. അപ്പോൾ എന്താണ്, ബെല്ലടിച്ചു. അപ്പോൾ ബെല്ലടിച്ചത് എന്താ പറയണത്, ഈ ഡേ കഴിഞ്ഞു മാത്രമല്ല വർക്കും അവസാനിച്ചു. The throngs of children rushed towards the gate which was open again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father who had promised to be there. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ ബെല്ലടിച്ചപ്പോൾ എല്ലാ കുട്ടികളും ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. ദെൻ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ സ്വീറ്റ് ഹേർട്സിനോടും, നേരത്തെ ഒരു ലവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അവരോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒക്കെ നോക്കി, പക്ഷെ അവിടെ ആരും തന്നെ കണ്ടില്ല. എൻ്റെ ഫാദർ എന്നെ പ്രോമിസ് ചെയ്തതായിരുന്നു വരാമെന്ന്, പക്ഷെ ഫാദറിനെ അവിടെ കണ്ടില്ല.
I stepped aside to wait. When I had waited for a long time without a while, I decided to return home on my own. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ കാത്തിരുന്നു, പക്ഷെ ആരും തന്നെ വന്നില്ല. അപ്പോൾ കുറേ സമയത്തിന് ശേഷം ഞാൻ എന്ത് തീരുമാനിച്ചു? ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചു. After I had taken a few steps, a middle-aged man passed by. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു മധ്യവയസ്കൻ എൻ്റെ അടുത്തേക്ക് വന്നു. And realized at once that I knew him. എനിക്ക് അയാളെ അറിയാൻ എന്ന് എനിക്ക് മനസ്സിലായി. He came towards me smiling and shook me by the hand saying, "It's a long time since we last met. How are you?" അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാര്യമായല്ലോ, എങ്ങനെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ അയാൾ ഈ കുട്ടിനോട് ചോദിക്കുകയാണ്. With a nod of my head I agreed with him and in turn asked, "And you, how are you?" അപ്പോൾ തല ഒന്ന് ചെറുതായിട്ട് അനക്കിയിട്ട് പറഞ്ഞു സുഖമാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ആ മാനിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിക്കുകയാണ്. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ അൽമൈറ്റി ബി പ്രൈസ്ഡ്. നിനക്ക് കാണാൻ കഴിയുന്നില്ല, എനിക്ക് സുഖമാണ്, ദൈവത്തിന് നന്ദി എന്ന് ആ മധ്യവയസ്കൻ ഈ കുട്ടിനോട് പറയാണ്. ഓക്കെ. Again he shook me by the hand and went off. I proceeded a few steps, then came to a startled halt. Good Lord, where was the street lined with gardens? Where had it disappeared to? When did all these vehicles invade it? And when did all those hordes of humanity come to live upon its surface? How did these hills of refuse come to cover its side? And where were the fields that bordered it? അപ്പോൾ ഇങ്ങനെ കുട്ടി നടന്നു പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയായ ഫീൽഡും അതുപോലെ തന്നെ മൗണ്ടെയിനും ഒന്നും ഗാർഡനും ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് എന്ന് ആ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. High buildings had taken over. The streets surged with children and disturbing noise shook the air. Then there was a band announcing the opening of circus with clowns and weight filters walking in front. A line of trucks carrying central security troops crowded majestically by. എന്താ സ്ട്രീറ്റിലൊക്കെ ഫുള്ള് ഹൈ ബിൽഡിങ്ങും അതുപോലെ തന്നെ നല്ല നോയ്സൊക്കെ, കാറ്റിലിങ്ങനെ നല്ല നോയ്സൊക്കെ വരുന്നുണ്ട്. ദെൻ അവിടെ ഒരു ബാൻഡിൻ്റെ അനൗൺസിങ് കേൾക്കുന്നുണ്ട്. സർക്കസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് വിത്ത് ക്ലൗഡ്സ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അപ്പം എന്നിട്ട് ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ക്ലൗഡ്സും വെയ്റ്റ് ലിഫ്റ്റേഴ്സും ഒക്കെ നടക്കുന്നുണ്ട്. ദെൻ ഒരു ട്രക്ക് ക്യാരി ചെയ്യുന്ന സെൻട്രൽ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ഉള്ള ഒരു ട്രക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല മെല്ലെ ഇങ്ങനെ ഭയങ്കര മെജസ്റ്റിക്കലി പ്രൗഡി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. The siren of a fire engine shrieked and it was not clear how the vehicles would cleave its way to reach the blazing fire. A battle raged between a taxi driver and his passenger while the passenger's wife called out for help and no one answered. Good God, I was in a daze. My head spun. I almost went crazy. How could all this have happened in half a day between early morning and the sunset? I would find the answer at home with my father. But where was my home? I could see only tall buildings and hordes of people. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഈ സർക്കസൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് പോകുമ്പോൾ ഒരു ഫയർ എഞ്ചിൻ ഇങ്ങനെ അലാം വെച്ചിട്ട് കൂവി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഇത് പോവുക, ഈ ഫയർ എഞ്ചിൻ്റെ വെഹിക്കിൾ എങ്ങനെയാണ് പോവുക എന്ന് ഈ കുട്ടി ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബാറ്റിൽ നടക്കുന്നുണ്ട്. ആര് തമ്മിലാണ് ബാറ്റിൽ പറഞ്ഞ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവറും പാസഞ്ചറും കൂടിയിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട്. Then I almost went crazy. How could all this happen in half a day? അപ്പോൾ ഒരു ദിവസം പകുതി കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഈ കുട്ടി പറയാണ്. ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ രാവിലെ മുതൽ സൺസെറ്റ് വരെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. അപ്പോൾ വീട്ടിൽ എനിക്ക് ഫാദറിനെ ഏറ്റ് ഇതിൻ്റെ ആൻസർ കിട്ടും. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷേ എൻ്റെ വീട് എവിടെയാണ്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾസ്. എനിക്ക് ഒരുപാട് ജനങ്ങളെയും അതുപോലെ തന്നെ നല്ല നല്ല ഉയരമുള്ള ബിൽഡിങ്സ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എൻ്റെ വീട് എവിടെയാണെന്ന് ആ കുട്ടി ഇങ്ങനെ പറയാണ്.
I hastened on to the crossroads between gardens and Abu Ghoda. I had to cross Abu Ghoda to reach my house, but the stream of cars would not let up. The fire engine siren was striking at full pitch as it moved at a snail's pace, and I said to myself, let the fire take its pleasure in what it consumes. Extremely irritated, I wondered when I would be able to cross. I stood there a long time until the young lad employed at a ironing shop on the corner came up to me. He stretched out his arm and said gallantly, Grandpa, let me take you cross. എന്താണ് ഇവിടെ പറയുന്നത്? എനിക്ക് വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ക്രോസ് ചെയ്യണം? അബു ഗോദ എന്ന് പറയുന്ന ഈജിപ്തിലുള്ള ഒരു സ്ഥലമാണ്. അത് ക്രോസ് ചെയ്യണം. ദ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ ഈജിപ്ത്. അപ്പോൾ ഈജിപ്തിലുള്ള ഒരു സ്ഥലമാണ് അബു ഗോദ. അപ്പോൾ അത് ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫയർ എഞ്ചിൻ്റെ സൈറനൊക്കെ കേൾക്കുന്നുണ്ട്. അതിങ്ങനെ ഒച്ചു പോകുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഈ കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ ആ കത്തിന് എല്ലാ ഫ്യൂവലും തീർന്നോട്ടെ എന്നൊക്കെ ഈ കുട്ടി ആ ഇറിറ്റേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയാണ്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്. ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. അപ്പോൾ കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ കഴിയുമോ എന്ന് വിചാരിക്കുകയാണ്. ഐ സ്റ്റുഡ് ദർ എ ലോങ് ടൈം അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ് ടു മീ. അപ്പോൾ എന്താണ്, ഞാൻ അവിടെ ഒരുപാട് നേരം നിന്നു. ഏതുവരെയാണ്? ഒരു യങ് ലാഡ്, ഒരു ചെറിയൊരു കുട്ടി വരുന്നത് വരെ, ഇവിടുന്ന് വരുന്നത് വരെ, ആ കോർണർ ഷോപ്പിൽ നിന്ന് വരുന്നത് വരെ ഞാൻ ഒരുപാട് നേരം അവിടെ നിന്നു. He stretched out his arm and said gallantly, Grandpa, let me take you cross. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറയാണ്, ഗ്രാൻഡ്പാ, ഞാൻ നിങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാമെന്നത്. അപ്പോൾ എന്താണ്, തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കുട്ടി ഇപ്പോൾ വലുതായിട്ട് ഗ്രാൻഡ്പ ആയിരിക്കുന്നു. അപ്പോൾ ആ തുടക്കത്തിലുള്ള കുട്ടി ഗ്രാൻഡ്പ ആവുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഫേസാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഈ കുട്ടി ഒരുപാട് ആൾക്കാരെ മിങ്കിൾ ചെയ്തു, ഒരുപാട് ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കുട്ടി ഇപ്പോൾ ആരായി? ഒരു ഗ്രാൻഡ്പയായി എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെസണായ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ലെസൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.